ഹായ് ഓൾ, ഡോക്ടർ ഹാസിമാണ്. ഫോവിയുടെ 2020 ഷെഡ്യൂൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ചെറിയ സെഷനാണിത്. അപ്പോൾ മക്കളെ, നമുക്കറിയാം കോളേജൊക്കെ തുടങ്ങി ഒരു 3 to 4 months ഏകദേശം. അപ്പം വി അണ്ടർസ്റ്റുഡ് എങ്ങനെയാണ് കോളേജ് പോവുക. നമ്മൾ ഫസ്റ്റ് വിചാരിച്ച പോലെ നമുക്ക് എന്താ പറയുക, വി ഹാഡ് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ്. ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് കോളേജിൽ ഉണ്ടാവേണ്ടത്, ഡെയിലി ഇതൊക്കെ പഠിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ വിചാരിച്ചു. കോളേജിലൊക്കെ ഒന്ന് കയറി. പിന്നെ ഏകദേശം ഇപ്പം നമുക്കൊരു ഒരു ക്ലിയർ പിക്ചർ കിട്ടി എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്. സം പാർട്ട് ഇസ് ഗുഡ്, ബാക്കിയൊക്കെ നമ്മൾ തന്നെ നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഇവിടെ അവസ്ഥ ഉണ്ടാവുക. കോളേജ് എന്തായാലും മാറൂല, അക്കാഡമിക്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ. പഠിക്കേണ്ട സബ്ജക്ട്സ് കുറയാനുമില്ല, ടോപ്പിക്സ് ഒക്കെ അതുപോലെയാണ്. ഞാൻ സ്വയം മാറുക എന്നല്ലാണ്ട് വേറൊരു കാര്യമില്ല എന്ന് മനസ്സിലായി. അവിടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഹാൻഡ് ആയിട്ട് ഫോവിയ ഉണ്ട് എന്ന് വെച്ചിട്ട് ഫോവിയന്റെ സപ്പോർട്ട് തേടി ഒരുപാട് പേരുണ്ട്. നമുക്ക് ഈ ഇയർ വി ഹാഡ് ദ മോസ്റ്റ് നമ്പർ ഓഫ് അഡ്മിഷൻസ് ഇൻ ദ ഫസ്റ്റ് 3 months. കാരണം ഫോവിയ എന്നൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ അടുത്തേക്ക് വന്ന ഒരുപാട് പേരുണ്ട്. വി ആർ വെരി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ കുറച്ച് പേരൊക്കെ ഏകദേശം പഠിക്കുന്നൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നൊരു റേഞ്ച് എത്തി. അപ്പം ലെറ്റ്സ് ടോക്ക് അക്കാഡമിക്സ്. അപ്പം നമുക്കറിയാം, വി ഹാവ് ദിസ്, നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് 80 മാർക്ക് ഡിസ്ക്രിപ്റ്റീവും 20 മാർക്ക് MCQ ആണ്. ഈ ഒരു 2 to 3 months നമ്മൾ എത്ര MCQ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, മേ ബി ഒരു ഏതെങ്കിലും ഷോർട്ട് എക്സാം ചിലപ്പോൾ MCQ ആയിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാവും. അല്ലാണ്ട് നമ്മൾ ആരും MCQ-നായിട്ട് നിങ്ങൾ ഇരുന്നിട്ടുണ്ടാവില്ല. ബട്ട് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ തിയറി എക്സാമിൽ നമ്മൾ ഈ essay ഒക്കെ എഴുതി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എത്രയൊക്കെ എഴുതിയാലും അതിൻ്റെ ഒരു 60% മാർക്ക് എത്തുന്നുള്ളൂ. ഒരു 10-ൽ 6, ചിലപ്പോൾ 6.5, ഭയങ്കര ഭാഗ്യം ഉണ്ടെങ്കിൽ 7. അത്രയും എക്സ്ട്രാ ഓർഡിനറിയാണ് 8. 8 കിട്ടിയ ആരും ഉണ്ടാവില്ല. അപ്പൊ 10-ൽ ഒരു 4, 3, 2, 5, കാരണം പഠിക്കാത്ത ആണെങ്കിൽ പിന്നെ 3-ൻ്റെതായ നോക്കിയാൽ മതി. അപ്പൊ ആ റേഞ്ചിലായിരിക്കും നമ്മളെ മാർക്ക്. അപ്പൊ നമുക്ക് മനസ്സിലായി എത്രയൊക്കെ എസ് എഴുതിയാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. അവിടെ ഇപ്പൊ ഇന്നലെ ഒരു കുറ്റം വിളിച്ചപ്പോൾ അവരും പറഞ്ഞു, MCQ കുറച്ച് ഫോക്കസ് ചെയ്യണം തോന്നുന്നു, കാരണം എസ് എനിക്ക് അവിടെ എഴുതിയിട്ട് കിട്ടുന്നില്ല. അവിടെയാണ് MCQന്റെ ഇമ്പോർട്ടൻസും. ഒരു വെട്ട് 2 കഷ്ണം. ഉത്തരം കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക്, ഓൾ ഓർ നൺ. ഉത്തരം കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക്, ഇല്ലെങ്കിൽ 0. അവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഈസ്, ഇറ്റ്സ് നോട്ട് നീറ്റ് PG ലെവൽ MCQ. അത് ചോദിക്കില്ല. അതിന് പകരം പെക്ടോറാലിസ് മേജർ ഇസ് സപ്ലൈഡ് ബൈ ഡാഷ് നെർവ് എന്നുള്ള അത്രയും സിമ്പിൾ MCQ ചോദിക്കില്ല. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത നീറ്റ് PG ലെവൽ അല്ലാത്ത, കോപ്പി പേസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലാത്ത അതിൻ്റെ ഒരു മീഡിയം റേഞ്ച് MCQs ആണ് എക്സാമിന് ചോദിക്കുക. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ഓറിയന്റഡ് MCQs പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. സോ വി ഗോട്ട് എ ഗോൾ. അത് നമുക്ക് മെറ്റീരിയൽ വേണം. അതാണ് ഫോവി പ്രൊവൈഡ് ചെയ്യുന്നത്. വി ഹാവ് നമ്മുടെ ഫോവിയിലെ യുണീക്ക് സാധനം ഈസ് അവർ ലെക്ചർ ക്ലാസ്സസ്. മലയാളത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ്, മെന്റർഷിപ്പ്, നോട്ട്സ്, കാര്യങ്ങൾ. അതിന്റെ കൂടെ നമുക്കൊരു ക്യൂ ബാങ്ക് ഉണ്ട്. ക്യൂ ബാങ്കിൽ ഒരു മോർ ദാൻ 10,000 യൂണിവേഴ്സിറ്റി ഓറിയന്റഡ് സിംഗിൾ ഓപ്ഷൻ, മൾട്ടിപ്പിൾ ഓപ്ഷൻ, കേസ് ബേസ്ഡ് അസഷൻ റീസണിങ്, ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് പഠിക്കുന്ന മലയാളി MBBS സ്റ്റുഡന്റിനും യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ MCQs അവൈലബിൾ ആണ്. അപ്പം നമ്മളിങ്ങനെ ആപ്പ് തുറന്നത് MCQs ഉണ്ടെങ്കിൽ ചെയ്തോളി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. അവിടെ വി നീഡ് സംതിങ്. ഒരു ബ്രില്യന്റിലൊക്കെ നീറ്റിന് പഠിക്കുന്ന സമയത്ത് ടെസ്റ്റ് സീരീസ് ഉണ്ട്, റിവിഷൻ പ്രോഗ്രാം ഉണ്ട്, എല്ലാ മൺഡേ ടെസ്റ്റ് ഉണ്ട്, ട്യൂസ്ഡേ ടെസ്റ്റ് ഉണ്ട്. അപ്പം വി ആർ ഫോഴ്സ്ഡ് എന്നല്ല, വി ഗോട്ട് എ ഗൈഡൻസ്. അവിടെ ഒരു എക്സാം ഉണ്ട് കേട്ടോ, നാളെ ഒരു എക്സാം ഉണ്ട് കേട്ടോ, ഇതിന് പഠിച്ചു വരണം എന്ന് പറയുമ്പോൾ ഓക്കെ, അങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ചെറുതായിട്ട് പുഷ് കിട്ടുന്നുണ്ടായിരുന്നു. ആ പുഷ് ഇവിടെ മിസ്സിംഗ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് വലിയൊരു പുഷും വലിയൊരു ബാക്കിൽ വടിയും പിടിച്ച് വരുന്ന കാലമല്ല. വി ആർ അഡൾട്ട്സ്. ബട്ട് ചെറിയൊരു സപ്പോർട്ട് എവിടെന്നെങ്കിലും കിട്ടിയാൽ, ചിലപ്പം എന്നെ നോക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടതെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവിടെയാണ് ഫോവിയുടെ 2020 സീരീസ് തുടങ്ങുന്നത്. വി വെയിറ്റഡ് ദിസ് 3 months. കാരണം നിങ്ങൾക്കൊന്ന് സെറ്റിൽ ആയിട്ട് അക്കാഡമിക്സ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് essay ഡിസ്കഷൻ നാളെ തുടങ്ങില്ല. essay ഡിസ്കഷന് സമയമുണ്ട്. ഒരു ഫസ്റ്റ് ഇയർ MBBS കുട്ടിക്ക് എന്താണോ വേണ്ടത് ആ സമയത്ത് കൊടുക്കലാണ് ഫോവിയ. കാരണം വി ഹാവ് അവർ 6th റെഗുലർ ബാച്ച് ആണിത്. സോ നമുക്കറിയാം എന്താണോ ആ സമയത്ത് ആവശ്യമുള്ളത് ഈ സമയത്ത് അതേ നമ്മൾ കൊടുക്കുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ 2020 സീരീസ് നാളെ തുടങ്ങുന്നത്. എന്താണ് ഈ 2020 സീരീസ് എന്ന് പറഞ്ഞാൽ, ദ മെയിൻ എയിം ഈസ് we have this 80 mark descriptive and 20 mark MCQ. Our aim is 20 out of 20. MCQ 20-20 അടിക്കുക. ഇറ്റ്സ് ഡിഫിക്കൽട്ട്, അറ്റ്ലീസ്റ്റ് മോർ ദാൻ 15. കാരണം നമ്മൾ അതിനൊന്ന് ഇരുന്നാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. MCQ ഭയങ്കര അധികം സ്കോർ ചെയ്യുക, അങ്ങനെ നമ്മുടെ ടോട്ടൽ സ്കോർ കയറ്റുക. അത് യൂണിവേഴ്സിറ്റി ടോപ്പർ ആവാൻ, ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ, ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് പാസ് ആവാൻ പോലും ഒരു MCQ കറക്റ്റ് ആക്കിയാൽ മതി, നിങ്ങൾ ആഡ് ബാച്ചിൽ നിന്ന് രക്ഷപ്പെടും. അറിയാലോ നിങ്ങൾക്ക് എങ്ങനെയാ മാർക്ക് വരുന്നതെന്നൊക്കെ. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ MCQ ഓറിയന്റഡ് പ്രോഗ്രാം തുടങ്ങുന്നത്. 2020 200 days.
200 ദിവസം ഓരോ ദിവസം 20 MCQ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതാണ് ഫോവിയുടെ പ്രോഗ്രാം. ദിസ് വാസ് ലോഞ്ച്ഡ് ലാസ്റ്റ്. നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് ഭയങ്കര കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ എന്താ പറയുക റിഫൈൻ ചെയ്തിട്ട് നമ്മൾ ഇക്കൊല്ലം വീണ്ടും ലോഞ്ച് ചെയ്യുന്നത്. January 1 ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. അപ്പം എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം വരുന്നതെന്ന് വെച്ചാൽ വി ഹാവ് എൻ അക്കാഡമിക് ഷെഡ്യൂൾ. ഇവിടെ നിങ്ങൾക്ക് നമ്മളെ എയിം എന്ന് ഉദ്ദേശിക്കുന്നത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഏകദേശം ഓഗസ്റ്റ് എൻഡ് ആ സമയത്ത് ആയിരിക്കും യൂണിവേഴ്സിറ്റി. നമുക്കൊരു യൂണിവേഴ്സിറ്റി ഒന്നും ടെൻറ്റേറ്റീവ് വന്നിട്ടില്ല, നോക്കാം. അപ്പോൾ നമുക്ക് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എടുക്കുമ്പോൾ 7 months ഉണ്ട്. അപ്പോൾ ഏകദേശം 210 days, 200 days അപ്രോക്സിമേറ്റ് നമുക്ക് എക്സാം ആവുന്ന സമയത്ത് നമുക്ക് ഷെഡ്യൂൾ ഒന്ന് ആ സമയത്ത് നമുക്ക് അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റും. അപ്പോൾ ഏകദേശം നമുക്ക് 200 days ഉണ്ട്, 200+ days. അപ്പോൾ ഓരോ ദിവസം നമ്മൾ 20 MCQ ചെയ്യും. അപ്പോൾ നമ്മൾ 20 MCQ എന്ന് പറയുമ്പോൾ നമുക്ക് 20 മാർക്കല്ലേ റെഡി ആവുള്ളൂ. നമുക്ക് 80 മാർക്ക് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു 3 months നമ്മൾ MCQ ഓറിയന്റഡ് ആയിരിക്കും. അതെങ്ങനെ ചെയ്യാൻ എല്ലാം ഞാൻ പറഞ്ഞുതരും. അത് കഴിഞ്ഞാൽ നമ്മൾ ഏപ്രിൽ, മെയ്, ജൂൺ ആകുമ്പോൾ നമ്മളെ 80 മാർക്ക് ഫോക്കസ്ഡ് ഡിസ്കഷൻ തുടങ്ങും. കാരണം മോസ്റ്റ് പ്രോബ്ലി ജൂൺ, ജൂലൈ ഒക്കെ ആകുമ്പോഴായിരിക്കും നമ്മളെ ഫൈനൽ ആവറേജ് എക്സാം ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മുമ്പ് ഒരു 100 days, ഒരു ഏകദേശം 90 ആണ് നമ്മൾ കറക്റ്റ് മറ്റേ സ്റ്റഡി ഡേയ്സ് വരുന്ന 10 days റിവിഷൻ. അതിൽ നമ്മളെ പവർ പാക്ക് നമ്മളെ essay ഡിസ്കഷൻ ആണ് നമ്മളപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പോൾ നമ്മളിപ്പം മെല്ലെ 20 days ഇങ്ങനെ തുടങ്ങി. അപ്പോൾ ഡെയിലി നിങ്ങൾക്കൊരു റുട്ടീൻ ആവും. എന്ന് രാത്രി ഫോർവേഡ് ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഒരു 1/2-3 മണിക്കൂർ ഡിസ്കഷൻ ഉണ്ടാവും. ഓക്കെ, ആ റുട്ടീൻ ഇങ്ങനെ വന്ന് ഒരു 3 മാസം കഴിയുമ്പോൾ നമ്മൾ essay ഡിസ്കഷൻ തുടങ്ങും. ആ essay വിത്ത് MCQ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു 1 hour essay പഠിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ. അത് ഏപ്രിൽ, മെയ്, ജൂൺ അതാണ് നമ്മൾ പവർ പാക്ക് essay പ്രോഗ്രാം. അതിന്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അത് തുടങ്ങും. ആൻഡ് ജൂലൈ, മോസ്റ്റ് പ്രോബ്ലി ജൂലൈ സ്റ്റഡി ലീവ് ആണെങ്കിൽ നമ്മൾ ആ സമയത്ത് അവിടെ നമുക്കൊരു 30 days സൂപ്പർ 30 പ്രോഗ്രാം ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ഫോവിയ മറ്റേ പാക്ക്. ഓക്കെ, അപ്പോൾ ഫോവിയ ആപ്പിൽ നമ്മൾ നമ്മുടെ ഫോവിയ പാക്കേജ് എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ്. എന്നിട്ട് പിന്നെ നമുക്ക് ഓഗസ്റ്റിൽ നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന് വിചാരിക്കാം. നമുക്ക് ഡേറ്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പോൾ നമ്മൾ എന്തായാലും January 1 നമ്മളെ 2020 ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഈ 2020 എന്ന് പറയുമ്പോൾ, സോ നിങ്ങൾ ഇവിടെ കാണുന്നത് സൂം ഇറ്റ്. ഇപ്പം ഡേ 1 മുതൽ വി ഹാവ് ദിസ് ഇങ്ങനോട്ട് പോകുമ്പോൾ ഡേ 200 വരെ ഞാൻ ജസ്റ്റ് ഷെഡ്യൂൾ കാണിക്കാൻ വേണ്ടിയുള്ള ഡേ 200 വരെ നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ഇത്രയും MCQs ആപ്പിൽ അവൈലബിൾ ആണ്. ഫ്രോം ലെറ്റ്സ് ബിഗിൻ വിത്ത് ഡേ 1 again. So coming to day 1, here we have our ജനറൽ അനാറ്റമി ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു അപ്പർ ലിംബ്. ജനറൽ അനാറ്റമി എന്നുള്ള ഒരു 13 MCQs ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ടു അപ്പർ ലിംബിൽ ഒരു 20 MCQs ആപ്പിലുണ്ട്. ഇതൊക്കെ ഓൾറെഡി ഞാൻ കാണിച്ചത് ആപ്പിൽ എവിടെ ഉള്ളതെന്ന് അതിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചിടാം. ഇത്രയും നമ്മൾ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പെക്ടോറൽ റീജിയൻ 20 ക്വസ്റ്റ്യൻ, അങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ January 1 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ മുമ്പത്തെ ഡേറ്റിൽ നമ്മൾ രാത്രി ഗ്രൂപ്പിലിടും. നാളത്തെ ടോപ്പിക് ജനറൽ അനാറ്റമിയും ഇൻട്രൊഡക്ഷൻ ടു അപ്പർ ലിംബാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്പ് തുറന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഈ 13 ക്വസ്റ്റ്യനും 20 ക്വസ്റ്റ്യനും 2 ടെസ്റ്റ് ആയിട്ട് അത്രയും ക്വസ്റ്റ്യൻ ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ നല്ലോണം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ത്രൂ ദ ഫോവിയ വീഡിയോസ്, അതിന്റെ നോട്ട്സ് വായിക്കാം, എന്നിട്ട് MCQ ചെയ്യാം. ഒട്ടും സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ടെസ്റ്റ് സീരീസിൽ 2 ടെസ്റ്റ് ചെയ്യാം. ഇനിയും സമയമില്ലെങ്കിൽ അവിടെയാണ് നമ്മൾ 2020 പ്രോഗ്രാമിന്റെ സംഭവം വരുന്നത്. ഞങ്ങൾ അക്കാഡമിക് ടീം ഇരുന്നിട്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 20 MCQ മാത്രം സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ആ 20 എണ്ണം ചെയ്താൽ മതി. ഇനി അതിനും സമയമില്ലാന്ന് വിചാരിക്കാം, ആ 20 എണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോവിയ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ആൻ ഐഡിയൽ സ്റ്റുഡൻറ്റ് ഫുൾ സെറ്റ് റോബോട്ട് പോലെ ഇങ്ങനെ എന്തിനും പോലെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരുപാട് സമയമൊക്കെ ഉണ്ട്. ആ കുട്ടിക്ക് ഒരു ക്ലാസ് ഒക്കെ വിട്ട് കഴിഞ്ഞാൽ ഡാൻസ് ഇല്ല, DJ ഇല്ല, ഒന്നുമില്ല, ഒരു പരിപാടിയില്ല, ഫുൾ പഠനം വൈബുള്ള കുട്ടിയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവട്ടെ, അവർ ഫോവിയയിൽ വരട്ടെ, ഡിസ്റ്റിങ്ഷൻ വാങ്ങട്ടെ. ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്, സന്തോഷമാണ്. വി ആർ വെരി പ്രൊഡ്. അക്കാഡമിക്സ് വേണം. ഇനി അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല, ബട്ട് പാട്ടും ഡാൻസും മറ്റെന്താ ഈ കോളേജ് യൂണിയൻ പരിപാടി എല്ലാം എൻജോയ് ചെയ്യുന്നതിന് കൂടെ പഠിക്കുന്നുണ്ട്. അവർക്ക് അത്ര സമയം ഉണ്ടാവണം തോന്നുന്നില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 13, 20 ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ 20 മാത്രം ചെയ്താൽ മതി. ഇനി എനിക്ക് ബുക്ക് തുറക്കാനൊന്നും ഞാനിപ്പം തുറക്കൂല. ഫസ്റ്റ് ആവറേജും സെക്കൻഡ് ആവറേജും തലേന്ന് മാത്രം ഞാൻ ബുക്ക് തുറക്കുന്നുള്ള വൈബുള്ള ആൾക്കാർ, എസ്പെഷ്യലി ബോയ്സ്. അപ്പം നിങ്ങളൊന്നും ചെയ്യണം, നിങ്ങളെ ഗ്രൂപ്പിലെ ഡിസ്കഷൻ ഇങ്ങനെ വാട്സപ്പ്, എന്തായാലും ഫോൺ കഴിയുമ്പോൾ പിടിക്കാൻ ഭയങ്കര സുഖമാണല്ലോ, ആ ഡിസ്കഷൻ മാത്രം പങ്കെടുക്കാം. ലൈക്ക് എല്ലാവർക്കും പിന്നെ നിങ്ങൾക്ക് ഒരു ദിവസം തോന്നി എനിക്ക് ഭയങ്കര കൂടുതൽ പഠിക്കണം, നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ചെയ്യാം. ആ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഡേ അപ്പം ഫസ്റ്റ് 7 days നമ്മൾ 7 days കൊണ്ട് ജനറൽ അനാറ്റമി അപ്പർ ലിംബ് തീരും. ഡേ 8 ജനറൽ ഫിസിയോളജി ആൻഡ് കോമ്പോസിഷൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ആൻഡ് പ്ലാസ്മ പ്രോട്ടീൻ ഒരു 35 ക്വസ്റ്റ്യൻ. സമയം ഉണ്ടെങ്കിൽ 2 ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുക. ആൻഡ് ഫോവിയയുടെ ഗ്രൂപ്പിലെ ഡിസ്കഷൻ പങ്കെടുക്കാം. 3 months ഇങ്ങനെ പോകും. 4th month മുതൽ essay ഡിസ്കഷൻ കൂടെ സ്റ്റാർട്ട് ചെയ്യും. കാരണം എക്സാം അടുപ്പിച്ചാകുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ ഇത് കൂടി നമുക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിൽ നമ്മളിങ്ങനെ കൂട്ടി കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മളെ പ്രോഗ്രാം വരുന്നത്. ആൻഡ് കമ്മിങ് ആപ്പിൽ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചാൽ
സോ ദിസ് ഇസ് ഷെഡ്യൂൾ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. സോ ഹിയർ നമുക്ക് ഫോവിയ നോക്കുന്ന സമയത്ത് ഇവിടെ ക്യൂ ബാങ്ക് എന്ന ഇതിൽ നിങ്ങൾക്ക് കാണാം 469 ടെസ്റ്റ് എന്ന് കാണാം. ക്യൂ ബാങ്ക് ഫോവിയ ആപ്പിൽ നമ്മൾ ക്യൂ ബാങ്ക് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് MCQ ക്യൂ ബാങ്കിൽ പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ക്യൂ ബാങ്ക് ഉണ്ട്. ഈ MCQ ക്യൂ ബാങ്കിൽ നിങ്ങൾക്ക് കാണാം അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഇതെല്ലാം MCQ എക്സാംസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞ ഈ ഷെഡ്യൂളിൽ കണ്ട 13 ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ എന്നുള്ള ഫയൽ. അപ്പൊ അതിൽ അനാറ്റമി എടുക്കുകയാണ്. ഇതാണ് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസ് സംഭവം ഉണ്ട്. അതിൽ ജനറൽ പിന്നെ ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഇതിൽ അനാറ്റമിയിൽ ജനറൽ അനാറ്റമിയിൽ ഒരു ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ജെനറ്റിക്സിന്റെ ടെസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇനി ഇതൊന്നും സമയമില്ല എന്നാണെങ്കിൽ നമ്മളിവിടെ SA ആൻഡ് ഷെഡ്യൂൾ പ്രോഗ്രാമിൽ ഒരു 159 ടെസ്റ്റ് അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 200 days മിഷൻ 2020 ലാസ്റ്റ് ഇയർ. ഇത് പുതിയ ഈക്വൽ നമ്മൾ ഇതിലാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുക. മിഷൻ 2020 2025 കാരണം വി ആർ ലൈക്ക് പുതിയ MCQസും കാര്യങ്ങളൊക്കെ വിൽ റിഫൈൻ ആൻഡ് അപ്ലോഡ് ഇറ്റ്. അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യാം. ഓരോ 20 days നമ്മളിങ്ങനെ സീരീസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇത് കഴിഞ്ഞ കൊല്ലത്താണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം MCQ ചാലഞ്ച് Day 1 to 20 20 ടെസ്റ്റ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് Day 1 എന്ന് വെച്ചാൽ Day 1 മെയിൻ ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സിന് സെലക്ട് ചെയ്ത 20 MCQs ഇവിടെ ഉണ്ടാകാം. ഈ നമ്മളെ ഈ ഷെഡ്യൂൾ പ്രോഗ്രാമിൽ 2020 മിഷൻ 2020 MCQ ചാലഞ്ച് Day 1 to 20 അതിൽ Day 1 അത് അറ്റൻഡ് ചെയ്യുക. Day 2 Day 3 Day 4 ആ രീതിയിൽ. ഓക്കെ. ആൻഡ് അത് മാത്രമല്ല ഇതാണ് നമ്മുടെ ഫോവിയ ഒഫീഷ്യൽ വി ആർ പ്രൗഡ് ദാറ്റ് വി ഹാവ് അറൌണ്ട് അബവ് 600 സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇതിൽ നമ്മളെ മെന്റേഴ്സ് ഒക്കെ നമ്മളിങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ. ഐ നോ ദാറ്റ് ഇപ്പൊ തന്നെ ടൈമില്ല. ടൈം എന്ന് പറഞ്ഞ സാധനമാണ് നമുക്കില്ലാത്തത്. ലൈക്ക് നമുക്ക് ഒട്ടും സമയമില്ല. കാരണം വി ഹാവ് നമുക്ക് കോളേജ് എൻജോയ് ചെയ്യാനുണ്ട്. അതിന്റെ കൂടെ വേറെ കുറേ പരിപാടി ഉണ്ട്. അതിന്റെ കൂടെ ഇതിന്റെ സമയമില്ല എന്ന് എനിക്കറിയാം. കാരണം നമുക്ക് ഈ സാധനത്തിൽ നമുക്ക് കുറേ സാധനം നോക്കാനുണ്ട്. ഇതിൽ നമുക്ക് എന്തൊക്കെ നോക്കാനുണ്ട്, ഇൻസ്റ്റ നോക്കാനുണ്ട്, വാട്സപ്പ് നോക്കാനുണ്ട്, നമ്മളെ കുട്ടികൾക്ക് മെസ്സേജ് അയക്കാനുണ്ടാവും, വേറെ ആർക്കും എന്തൊക്കെയോ പരിപാടി ഉണ്ട്. നമ്മളൊന്നും അതിന് സ്ക്രീൻ ടൈം എടുത്ത് നോക്കാം. നമുക്ക് എന്തെങ്കിലും സമയം ഒന്ന് അക്കാഡമിക്സിന് മാറ്റി വെക്കാനുണ്ടോ എന്ന് നോക്കാം. കാരണം നമ്മൾ തന്നെ ഫസ്റ്റ് ആവശ്യം തലേന്ന് ഫോണൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇരുന്ന് പഠിക്കും. വി നോ ടു സ്വിച്ച്. അപ്പോൾ അത് മെല്ലെ സ്വിച്ച് ഇടൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് കുറച്ച് സമയം ഇനി കൊടുക്കുക. അപ്പം ഇപ്പം ന്യൂ ഇയർ ആണ്, റെസൊല്യൂഷനൊക്കെ എടുക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു സമയം നമ്മൾ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടി അക്കാഡമിക്സിന് വേണ്ടി യൂസ് ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. അപ്പം ഞാൻ നിങ്ങളോട് ഓക്കെ നിങ്ങൾ ആപ്പ് എടുത്തോളൂ, നിങ്ങൾ സ്വന്തമായ 12,000 MCQs ചെയ്തോളൂ, എന്നിട്ട് റിസൾട്ട് വരുമ്പോൾ എനിക്ക് അയച്ചു തരണം. അപ്പം ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇടും, ഓക്കെ ഫോവിയ കുട്ടിയാണ്, മറ്റേ ആപ്പ് ഞാൻ കൊടുത്തു കുട്ടി. അതല്ല ഇവിടെ ആ പരിപാടിയല്ല. ഇവിടുത്തെ പരിപാടി ആപ്പ് തരും, നിങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾ കൂടെ ഉണ്ടാവും, ഗ്രൂപ്പിൽ ഒരുമിച്ച് എല്ലാവരും പഠിക്കുക, ക്വസ്റ്റ്യൻ ഇടുക, ഉത്തരം ഇടുക, അതിൽ ഓഡിയോ അയച്ചുതരും, വീഡിയോ സൊല്യൂഷൻ അയച്ചുതരും. ആ രീതിയിലൊരു കമ്മ്യൂണിറ്റി ആയിട്ട്. ഇപ്പം MCQ ഇപ്പൊ തുടങ്ങണമെന്ന് വെച്ചാൽ ശരിക്കും തുടങ്ങണ്ട. കാരണം ഞങ്ങളെ സമയത്തൊന്നും MCQ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ അടുത്താണ് കുഹാസ് MCQ ആയത്. ശരിക്കും ഭയങ്കര നല്ലതാണ്. നിങ്ങൾക്ക് NEET PG ലെവലൊക്കെ എത്തുന്ന സമയത്ത് MCQ ചെയ്തിട്ട് ആ പ്രാക്ടീസ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ഓൾറെഡി NMC MCQ സിസ്റ്റം ഇട്ടാൽ അതനുസരിച്ച് നിങ്ങളത് മാറണം. കാരണം യു ഹാവ് ടു ഡിഫൈൻ യുവർ സെൽഫ്. കാരണം ഇതേ കുട്ടികളാണ് ഭാവിയിൽ NEET PG നിങ്ങളുടെ ലെവലിൽ NEET PG എഴുതുന്ന സമയത്ത് കുട്ടികളൊരാൾ ഇത്രയും MCQ ചെയ്തിട്ട് ആ ഒരു ലെവലിലായിരിക്കും NEET PG MCQ എഴുതുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയാണ് ഇപ്പോഴേ നിങ്ങൾ MCQ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഒരു 20 MCQ ഡെയിലി, ഇപ്പൊ 20 × 200 ആലോചിച്ച് നോക്കി എത്ര MCQ നമുക്ക് ചെയ്യാൻ കഴിയുന്നു. എത്രയൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും വിൽ ട്രൈ. നമുക്ക് കഴിയുന്ന അത്രയും നമ്മൾ MCQ ചെയ്യാം. യൂണിവേഴ്സിറ്റി ഓറിയന്റഡ് MCQ 3 മാസം അങ്ങനെ പോകും. 4ാമത്തെ മാസം മുതൽ നമ്മൾ പവർ പാക്ക് essay ഡിസ്കഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യും. കാരണം 80 മാർക്ക് അവിടെ ഉണ്ടല്ലോ. അപ്പം അതിന്റെ കൂടെയാണ് നമ്മൾ പ്രോഗ്രാം ബാക്കി പോവുക. അപ്പം ഇതൊക്കെ വി ഹാവ് എ സപ്പോർട്ട് സിസ്റ്റം ഹിയർ. ഫോവിയ എന്നുള്ളൊരു സിസ്റ്റം അവിടെ ഉണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാം. നിങ്ങളെ ഫ്രണ്ട്സിന് ഇപ്പം എന്ത് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. എൻജോയ് ദ ലൈഫ്. രണ്ടും വേണം. ഞാൻ പറഞ്ഞല്ലോ, കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വി നീഡ് മെമ്മറീസ്, ഹാപ്പിനെസ് ആൻഡ് വിവരം. രണ്ടും ഈക്വൽ ആയിട്ട് വേണം. NEET PG ഒക്കെ കഴിഞ്ഞിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോയതും നമ്മളെ ആ ഹാപ്പിനെസ്സും വേണം. അതിന്റെ കൂടെ എനിക്കൊരു ECG കണ്ടാൽ MI ആണ്, MI അല്ലേ, കുഴപ്പമില്ല, ബേസിക് വിവരവും വേണം. ആ രണ്ടെണ്ണം എത്തിക്കുന്ന അതിനൊരു നിങ്ങളെ സ്മാർട്ടായിട്ട് പഠിക്കാൻ, അത് മെല്ലെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാൻ വേണ്ടി ഒരു മെന്റൽ ഹെൽത്ത് ഒക്കെ ഭയങ്കര സമാധാനത്തോടു കൂടി പോയി യൂണിവേഴ്സിറ്റി മാസങ്ങളിലൊക്കെ കുഴപ്പമൊന്നുമില്ല, പേടി ഉണ്ടാവും, ബട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് സമാധാനത്തോടു കൂടി പാസ്സായി വന്ന് സുഖമായിട്ട് സ്ഥത്തൊക്കെ എടുത്ത് നമുക്ക് സെക്കൻഡ് ഇയർ പോകാൻ വേണ്ടിയുള്ള ചെറിയൊരു ഹെൽപ്പിംഗ് ഹാൻഡാണ് ഫോവിയോട് പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാം, ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.